നമസ്കാരം. ഇന്ത്യ അൺടോൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറാൻ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചാണ്. 1970 ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടുന്നു. നോൺ പ്രോളിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് NPT. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് അവരുടെ രാജ്യത്തിൻ്റെ പവർ ജനറേഷൻ അഥവാ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടി മാത്രം ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുകയുള്ളൂ എന്ന ധാരണയാകുന്നു. അല്ലാതെ ന്യൂക്ലിയർ ആയുധം അഥവാ ആണവായുധങ്ങൾ നിർമ്മാണത്തിന് മുതിരില്ല എന്നൊരു കമ്മിറ്റ്മെൻറ്റാണ് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ലോകത്തിന് നൽകുന്നത്. 1970 ഇറാൻ പ്രസിഡൻ്റായിരുന്ന ഷാ മുഹമ്മദ് റസ പല്ലാവിയുടെ ഭരണകാലത്താണ് ഈ കരാറിൽ ഏർപ്പെടുന്നത്. ആ കരാറിൽ ഇറാൻ ഇപ്പോഴും തുടരുന്നു. അങ്ങനെയിരിക്കെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ അഥവാ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് വളരെയധികം നടത്തുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആയിരുന്നു. സാധാരണ നിലയിൽ യുറേനിയം 235ൻ്റെ 5% മാത്രം എൻറിച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു രാജ്യത്തിന് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ആവശ്യം വന്നാൽ 20% വരെയും അതാകുവാനും സാധിക്കും. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇറാൻ 60% വരെയും എൻറിച്ച്മെൻറ്റ് നടത്തിയെന്ന് അവർ പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ 90% എത്തുമെന്നും IAEA റിപ്പോർട്ട് ചെയ്യുന്നു. 90% യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്താൽ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയം ആവുകയും അത് ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായി മാറുകയും ചെയ്യുന്നു. NPT കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ആ കരാറിൽ തന്നെ നിലനിൽക്കുന്ന കാലയളവിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് കരാറിൻ്റെ പരസ്യമായ ലംഘനമായി ചൂണ്ടിക്കാട്ടാനാവുന്നതാണ്. ഇതൊരു കരാർ ലംഘനം മാത്രമായിരുന്നില്ല, ഞങ്ങളൊരു ആണവായുധ രാജ്യമാവില്ല എന്ന് ലോകത്തിനോട് സമ്മതിച്ച ഒരു വാക്കിൻ്റെ ലംഘനം കൂടിയായിരുന്നു. ഇതിൽ എടുത്തു പറയപ്പെടേണ്ട ഒരു വസ്തുതയാണ് ഇറാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസികളുടെ ഇൻസ്പെക്ഷന് സഹകരിക്കാതിരിക്കുന്നു. അവരുടെ വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻറ്റ് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു തരത്തിലുള്ള പരിശോധനയ്ക്കും പൂർണ്ണമായി സഹകരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ NPT അഗ്രിമെൻ്റ് പരസ്യമായ ലംഘനം കൂടിയായിരുന്നു. എന്നാൽ ഇറാൻ്റെ വാദം ഇങ്ങനെയായിരുന്നു: അവർക്ക് സ്വന്തമായി ബാലിസ്റ്റിക് കപ്പാസിറ്റിയും ന്യൂക്ലിയർ കപ്പാസിറ്റിയും നിർമ്മിക്കണമെന്നതായിരുന്നു. പക്ഷേ NPT കരാറിൽ നിന്നുകൊണ്ട് തന്നെ ഒരു രാജ്യം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഒരു അന്താരാഷ്ട്ര കരാറിൻ്റെ പരസ്യമായ ലംഘനമാണ്. NPT കരാർ പ്രകാരം ഒരു രാജ്യത്തിന് ആർട്ടിക്കിൾ 10 പ്രകാരം UN സെക്യൂരിറ്റി കൗൺസിലിന് 3 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നതിനും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. എന്നാൽ ഇറാൻ ആവട്ടെ ഈ ഒരു കരാറിൽ നിന്നുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് കടക്കുന്നു. കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത്. ഇനി ഇസ്രായേൽ ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ്. ഇറാൻ ഒരു ആണവോർജ്ജ ശക്തിയായി മാറിയാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ വാദം. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. ഈ വാദത്തിന് കൂടുതൽ ബലം നൽകുന്നത് ഇറാൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള എന്നീ ഭീകരവാദ സംഘടനകൾക്ക് ആയുധം, പരിശീലനം, സാമ്പത്തികം, ടെക്നോളജി എന്നിങ്ങനെ എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഇറാൻ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഇറാൻ്റെ എല്ലാ നേതാക്കളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇസ്രായേലിൻ്റെ പൂർണ്ണനാശം. ഇസ്രായേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉന്മൂലനമാണ് ഇറാൻ്റെ ലക്ഷ്യമെന്നും ഇറാൻ നേതാക്കൾ എന്നും പറഞ്ഞിരുന്നു. 2040 ലോകത്തിൽ ഇസ്രായേൽ പോലൊരു സയനിസ്റ്റ് രാജ്യം ഉണ്ടാവില്ല എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തിലേക്ക് ആയിരുന്നു ഇറാൻ ഇസ്രായേലിനെ എത്തിച്ചത്. ഇറാനെപ്പോലെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു രാജ്യത്തിന് ആണവായുധമുണ്ടായാൽ അത് അവരിലൂടെയോ അവർ പിന്താങ്ങുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളിലൂടെയോ ഇസ്രായേലിൻ്റെ നാശത്തിലേക്ക് വഴിയൊരുക്കിവെക്കാം എന്നൊരു ഭയം ആണ് ഇസ്രായേലിനെ ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് പ്രധാനമായ കാരണമായത്. ആണവായുധ രാജ്യമായിരിക്കില്ല എന്ന് കരാർ ഒപ്പിട്ട ശേഷം അത് ലംഘിച്ച് ആണവായുധം വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര പരിശോധകരെ തടയുകയും ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന ദൗർഭാഗ്യം ഖമേനിയുടെ കാര്യം ഉൾപ്പെടെ അവർ സ്വന്തമായി വരുത്തിവെച്ച ഒരു വിധിയായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. യുദ്ധം തുടങ്ങി 4 നാൾ പിന്നിടുമ്പോൾ 1000-ഓളം ജനങ്ങളുടെ മരണം, രാജ്യത്തലവൻ്റെ മരണം, രണ്ടാമതായി തിരഞ്ഞെടുത്ത ആളും മരണപ്പെടുന്നു എന്നിങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ നിമിഷത്തിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് വഴിയൊരുക്കിയതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. ഇവിടെ ഞങ്ങൾ ആരും പറയാത്ത മറിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ തുറന്നു കാണിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.